ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൈവശം എല്ലാ കണക്കുകളും ഉണ്ടെന്നായിരുന്നു റവന്യൂ മന്ത്രി കെ രാജന്റെ പ്രതികരണം. ഇക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരേപോലെ കുറ്റക്കാരെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വയനാട് പുനരധിവാസ പാക്കേജ് അട്ടിമറിച്ചത് സംസ്ഥാന സർക്കാരാണെന്ന് വ്യക്തമായെന്നായിരുന്നു ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണം. വാടക വീട്ടിലാണ് ആളുകൾ താമസിക്കുന്നത് പുനരധിവാസം വരെ. ആ വാടക STRF-ൽ നിന്ന് കൊടുക്കാൻ പറ്റുമോ? കോടതി പരിശോധിച്ചാൽ മതി. STRF-ൽ നിന്ന് കൊടുക്കാനാകില്ല, അത് CMDRF-ൽ നിന്നാണ് കൊടുക്കുന്നത്. 1032 കുടുംബങ്ങൾക്ക് 10,000 രൂപ അടിയന്തര ധനസഹായം കൊടുത്തു. STRF-ൽ നിന്ന് എത്ര കൊടുക്കാൻ പറ്റും? എത്ര കോടി കേരളത്തിലുണ്ടായാലും 5,000 ഒരാൾക്ക് കൊടുക്കാൻ പറ്റൂ. ബാക്കി 10,000-ൽ 5,000 CMDRF-ൽ നിന്ന് കൊടുക്കണം. സർക്കാരിൻ്റെ കയ്യിൽ വലിയ തുക കിട്ടിയിട്ടുണ്ടല്ലോ, ആ തുക ചെലവഴിക്കുന്നുണ്ടോ? അവിടെ എന്ത് റീഹാബിലിറ്റേഷൻ പ്രോസസ് നടക്കുന്നത്? ഒരു ദുരന്ത നിവാരണവും ഇല്ല. വീട് കൊടുക്കാൻ ആളുകൾ റെഡിയായി നിൽക്കുന്നു. 1000-ഓളം വീടുകളാണ് ഓഫറുള്ളത്. ആ വീട് കൊടുക്കാൻ സ്ഥലം സർക്കാർ തരുമെന്ന് പറഞ്ഞു. സ്ഥലം കൊടുക്കാൻ ഇത്ര മാസമായിട്ട് സർക്കാർ പറ്റിയിട്ടില്ല. വയനാട് പുനരധിവാസ പാക്കേജ് വൈകുന്നതിന് കാരണം കേന്ദ്ര സർക്കാരല്ല, സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഹൈക്കോടതി ഇന്ന് അത് ആവർത്തിച്ച് അടിവരയിട്ടിരിക്കുന്നു. വയനാട്ടിൽ ഹർത്താൽ നടത്തിയ LDF-ഉം UDF-ഉം ജനങ്ങളോട് മാപ്പ് പറയണം.